കേരളത്തിൽ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലമാണ് തിരുവനന്തപുരം. തലസ്ഥാന മണ്ഡലമായതിനാൽ ദേശീയ ശ്രദ്ധയും കൂടുതലാണ്. ഇവിടെ സിറ്റിംഗ് എംപിയായ ശശി തരൂരിനെ തന്നെയാണ് കോൺഗ്രസ് ഒരിക്കൽ കൂടി നിയോഗിച്ചിരിക്കുന്നത്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ 2ാം സ്ഥാനത്തെത്തിയ BJP ആകട്ടെ മണ്ഡലം പിടിച്ചെടുക്കുമെന്ന വാശിയിൽ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറിനെയാണ് രംഗത്തിറക്കിയിരിക്കുന്നത്. ഇടതുപക്ഷത്തിന് രാഷ്ട്രീയ മേൽക്കോയ്മയുള്ള മണ്ഡലം ഇത്തവണയെങ്കിലും പിടിച്ചെടുക്കണമെന്ന വാശിയിൽ മുൻ MP കൂടിയായ പന്ന്യൻ രവീന്ദ്രനെയാണ് ഇടതുപക്ഷം രംഗത്തിറക്കിയിരിക്കുന്നത്. സ്ഥാനാർത്ഥികളിൽ ദരിദ്രൻ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്നതും പന്ന്യൻ രവീന്ദ്രനെ തന്നെയാണ്. പാർട്ടി ഓഫീസിൽ താമസിച്ച് ബസ്സിലും ട്രെയിനിലും ഓട്ടോയിലും യാത്ര ചെയ്തും നടന്നുമാണ് ഇന്നും പന്ന്യൻ രവീന്ദ്രൻ തന്റെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്. വാക്കിൽ മാത്രമല്ല പ്രവൃത്തിയിലും ഒരു തികഞ്ഞ കമ്മ്യൂണിസ്റ്റാണ് CPIയുടെ പ്രമുഖ നേതാവ് കൂടിയായ പന്ന്യൻ രവീന്ദ്രൻ. വിജയിച്ചാലും തോറ്റാലും രാജീവ് ചന്ദ്രശേഖറിനെ പോലെ ഒരിക്കലും പന്ന്യൻ കേന്ദ്രമന്ത്രിയാകാൻ പോകുന്നില്ല. തരൂരിനെ പോലെ ലോകമറിയുന്ന ആളായി മാറാനും പോകുന്നില്ല. എന്നാൽ മറ്റൊരു കാര്യം ഉറപ്പാണ്, അദ്ദേഹം വിജയിച്ചു കഴിഞ്ഞാലും ഇല്ലെങ്കിലും ഇവിടെ തന്നെ ഉണ്ടാകും. ഇപ്പോൾ കാണുന്നത് പോലെ ഏതെങ്കിലും തട്ടുകടയുടെ കസേരയിലും പാർട്ടി ഓഫീസിലും തെരുവിലുമൊക്കെയായി ജനങ്ങളുടെ ഇടയിൽ അദ്ദേഹം കാണും. സമ്പന്നരുടെ സഹായം വേണ്ടെന്ന് പരസ്യമായി പറയാൻ അദ്ദേഹത്തിന് ഒരു മടിയുമില്ല. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ എതിരാളികൾക്ക് പോലും ഇന്നുവരെ ഒരു അഴിമതി ആരോപണം പോലും ഉന്നയിക്കാനും സാധിച്ചിട്ടില്ല. ആർക്കും എപ്പോഴും എളുപ്പത്തിൽ സമീപിക്കാൻ കഴിയുന്ന ഒരു പൊതുപ്രവർത്തകൻ കൂടിയാണ് പന്ന്യൻ രവീന്ദ്രൻ. 2005 തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നടന്ന ഉപതിരഞ്ഞെടുപ്പിൽ പന്ന്യൻ രവീന്ദ്രന് വിജയിക്കാൻ സാധിച്ചതിനു പിന്നിലും അദ്ദേഹത്തിന്റെ എളിമ വലിയ പങ്കുവഹിച്ചിട്ടുണ്ട്. കാലം മാറിയെങ്കിലും പന്ന്യൻ മാറിയിട്ടില്ല. അയാൾ ഇന്നും പഴയ പോലെ തന്നെയാണുള്ളത്. നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണത്തിൽ ഇടതുപക്ഷത്തിനാണ് ഭൂരിപക്ഷമെങ്കിലും 2009 മുതൽ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും വിജയിച്ചു വരുന്നത് ശശി തരൂരാണ്. അന്താരാഷ്ട്ര തലത്തിലുള്ള തരൂരിന്റെ പ്രതിച്ഛായയും അദ്ദേഹത്തിന്റെ വിജയത്തിൽ പ്രധാന പങ്കുവഹിച്ചിട്ടുണ്ട്. പന്ന്യനെ പോലെ സാധാരണക്കാരനല്ല തരൂർ, അസാധാരണ ശേഷിയുള്ള വ്യക്തിത്വമാണ് അദ്ദേഹത്തിനുള്ളത്. BJP സ്ഥാനാർത്ഥിയായ രാജീവ് ചന്ദ്രശേഖർ ആകട്ടെ ദേശീയ തലത്തിൽ അറിയപ്പെടുന്ന മന്ത്രി മാത്രമല്ല, പ്രമുഖ മാധ്യമ സ്ഥാപനങ്ങളുടെ ഉടമ കൂടിയാണ്. ഈ 2 കാരണങ്ങളാൽ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ സ്പേസ് ലഭിക്കുന്നതും രാജീവ് ചന്ദ്രശേഖറിനും ശശി തരൂരിനുമാണ്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ 2ാം സ്ഥാനത്തെത്തിയെന്നതാണ് BJPയുടെ ആത്മവിശ്വാസത്തിന്റെ അടിത്തറ. പക്ഷേ ഇതൊന്നും തന്നെ പന്ന്യന്റെ ആത്മവിശ്വാസത്തെ ബാധിച്ചിട്ടില്ലെന്നതാണ് യാഥാർത്ഥ്യം. MP എന്ന നിലയിലെ ശശി തരൂരിന്റെ മണ്ഡലത്തിലെ അസാന്നിധ്യമാണ് അദ്ദേഹത്തിന്റെ മുഖ്യ പോരായ്മയായി BJPയും ഇടതുപക്ഷവും ചൂണ്ടിക്കാട്ടുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 99,989 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് തരൂർ വിജയിച്ചിരിക്കുന്നത്. 4ാം ജയത്തിൽ കുറഞ്ഞൊന്നും തരൂർ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നില്ലെങ്കിലും അദ്ദേഹത്തിന് കാര്യങ്ങൾ എളുപ്പമല്ല. ക്രൈസ്തവ വിഭാഗത്തിനിടയിൽ തരൂർ കടുത്ത എതിർപ്പ് നേരിടുന്നുണ്ട്. ഇതിനു പുറമെ നേരത്തെ അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്ന ഇരട്ട നഗരം പദ്ധതി ഉൾപ്പെടെ യാഥാർത്ഥ്യമായില്ലെന്നത് അടക്കമുള്ള ചില ആക്ഷേപങ്ങളും വോട്ടിംഗിൽ പ്രതിഫലിക്കാൻ സാധ്യതയുണ്ട്. കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന്റെ എതിർപ്പാണ് മറ്റൊരു പ്രശ്നം. പഴയ ഗ്ലാമർ പരിവേഷമൊന്നും നിലവിൽ തരൂരിനില്ല. ഇതും ഒരു അട്ടിമറി സാധ്യത വർദ്ധിപ്പിക്കുന്നതാണ്. തലസ്ഥാന മണ്ഡലത്തിന്റെ 70% പ്രദേശവും നഗരമേഖലയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തെ കണക്ക് പ്രകാരം 13,34,665 വോട്ടർമാരാണ് ഉണ്ടായിരുന്നത്. കഴക്കൂട്ടം, കോവളം, തിരുവനന്തപുരം, നേമം, പാറശാല എന്നീ തീരദേശ അസംബ്ലി മണ്ഡലങ്ങളും നെയ്യാറ്റിൻകര, വട്ടിയൂർക്കാവ് മണ്ഡലങ്ങളും ഉൾപ്പെട്ടതാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം. ഹിന്ദു വിഭാഗത്തിനാണ് ഇവിടെ മുൻതൂക്കമുള്ളത്. ക്രിസ്ത്യൻ, മുസ്ലിം വോട്ടുകളാണ് തൊട്ടു പിന്നിൽ. ചെറിയൊരു ശതമാനം പട്ടികജാതി, പട്ടികവർഗ വോട്ടുകളുമുണ്ട്. കഴിഞ്ഞ 18 തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ പരിശോധിച്ചാൽ അല്പം മുൻതൂക്കം UDFനാണുള്ളത്. എന്നാൽ ഈ ചരിത്രം എപ്പോൾ വേണമെങ്കിലും മാറി മറിയാവുന്നതുമാണ്. 4 തവണ സ്വതന്ത്രരും ഒരിക്കൽ സംയുക്ത സോഷ്യലിസ്റ്റ് പാർട്ടിയും തിരുവനന്തപുരത്ത് വിജയിച്ചിട്ടുണ്ട്. ഇടതുപക്ഷം ജയിച്ചത് 4 തവണയാണ്. ശേഷിക്കുന്ന ഫലങ്ങളെല്ലാം കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കുള്ളതാണ്. 2009 1 ലക്ഷത്തിനടുത്ത് ഭൂരിപക്ഷത്തിലാണ് ശശി തരൂർ ആദ്യമായി ഇവിടെ വിജയിച്ചത്. 2014 BJP നേതാവ് O രാജഗോപാൽ പ്രധാന പ്രതിയോഗിയായപ്പോൾ തരൂരിന്റെ ഭൂരിപക്ഷം 15,470 വോട്ടുകളായി കുത്തനെ കുറഞ്ഞിരുന്നു. എന്നാൽ രാഹുൽ ഇഫക്ട് പ്രകടമായ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വീണ്ടും ഭൂരിപക്ഷം 1 ലക്ഷത്തിനടുത്തെത്തുകയാണ് ഉണ്ടായത്. നേമം അസംബ്ലി മണ്ഡലത്തിൽ മാത്രമാണ് തരൂരിന് 2ാം സ്ഥാനത്തേക്ക് പോകേണ്ടി വന്നിരുന്നത്. ഇടതുപക്ഷത്തിനാവട്ടെ 3 മണ്ഡലങ്ങളിൽ മാത്രമാണ് 2ാം സ്ഥാനം കിട്ടിയത്. എന്നാൽ 2021 അസംബ്ലി തെരഞ്ഞെടുപ്പ് ഫലം പരിശോധിച്ചാൽ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം മൊത്തത്തിൽ ഇടതുപക്ഷത്തിന് അനുകൂലമാണ്. കോവളത്ത് മാത്രമാണ് UDFന് ജയിക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇടതുപക്ഷത്തിന്റെ സകല പ്രതീക്ഷയും ഈ കണക്കുകളിൽ തന്നെയാണ്.